വെൽക്കം ബാക്ക് ടു സിസ് ഫോർ ബിഗിനേഴ്സ് ലേൺ ഫ്രം ദ റൂട്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് CSSലെ ബോക്സ് മോഡലാണ്. ബോക്സ് മോഡൽ എന്ന് പറയുന്നത് CSSലെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. സോ ഈ ഒരു ബോക്സ് മോഡലാണ് ഡിഫൈൻ ചെയ്യൽ ഒരു പേജിലെ ഒരു എലമെൻറ്റ് എങ്ങനെ സ്പേസിങ് ചെയ്യണം അല്ലെങ്കിൽ സൈസിങ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. CSSൽ ഓരോ എലമെൻറ്റ്സും ഓരോ ബോക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓരോ എലമെൻറ്റിനും ഓരോ കണ്ടൻറ് ഉണ്ടാകും, പാഡിങ് ഉണ്ടാകും, ബോർഡർ ഉണ്ടാകും, അതുപോലെ തന്നെ മാർജിൻ ഉണ്ടാകും. സോ ലേഔട്ട്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ബോക്സ് മോഡൽ അറിഞ്ഞിരിക്കേണ്ടത് ബെറ്ററാണ്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂസിലൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എന്താണ് ബോക്സ് മോഡൽ എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ കൂടുതൽ നമുക്ക് എക്സാമ്പിളൊക്കെ കണ്ടിട്ട് പഠിക്കാം. ബോക്സ് സൈസിങ് എന്നുള്ളൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബോക്സ് മോഡൽ ഡിഫൈൻ ചെയ്യൽ. സോ രണ്ട് ടൈപ്പ് ബോക്സ് സൈസിങ് വരുന്നുണ്ട്, കണ്ടൻറ് ബോക്സും അതുപോലെ തന്നെ ബോർഡർ ബോക്സും. സോ ഇതിൽ ഓരോന്നും ചൂസ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസിങ്ങും ഒക്കെ ആയിരിക്കും വരിക. സോ അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സോ ബൈ ഡിഫോൾട്ടായിട്ട് കണ്ടൻറ് ബോക്സ് ആണ് വരാറ്. പിന്നെ നമ്മൾ പ്രോജക്റ്റൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അത് മാറ്റാറാണ് പതിവ്, ബോർഡർ ബോക്സിലോട്ട് മാറ്റാറാണ് പതിവ്. സോ നമുക്ക് കോഡിലോട്ടൊന്ന് പോകാം. കോഡിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ബോക്സ് എന്ന സെയിം ക്ലാസ് തന്നെയാണ് രണ്ടിനും യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ആകെ വ്യത്യാസമുള്ളത് ഇവിടെ കണ്ടൻറ് ബോക്സും ഇവിടെ ബോർഡർ ബോക്സും ആണ്. സോ നിങ്ങൾക്ക് സ്റ്റൈലിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും സെയിം വിഡ്ത്ത് സെയിം ഹൈറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിലോട്ട് വരുന്ന സമയത്ത് പാഡിങ്ങും രണ്ടിലും സെയിം തന്നെയാണ്. ഓക്കെ, പിന്നെ ബോർഡർ ആണെങ്കിലും സെയിം തന്നെയാണ്. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ബോക്സ് സൈസിങ് മാത്രമാണ്. ഇവിടെ നമുക്ക് സത്യത്തിൽ ബോക്സ് സൈസിങ് കൊടുക്കേണ്ട ആവശ്യമില്ല, ബട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ബൈ ഡിഫോൾട്ടായിട്ട് ഈ കണ്ടൻറ് ബോക്സ് തന്നെയാണ് വരുന്നത്. സോ ഇവിടെ സെയിം ഹൈറ്റും വിഡ്ത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട്, ബട്ട് നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് കാണാൻ കഴിയും കണ്ടൻറ് ബോക്സ് കുറച്ചും കൂടി വലുതാണ്, പക്ഷേ ബോർഡർ ബോക്സ് ചെറുതാണ്. സോ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കണ്ടൻറ് ബോക്സ് ആകുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു വിഡ്ത്ത് കൊടുത്തല്ലോ, ഈ ഒരു 200 പിക്സൽ വിഡ്ത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ഒരു കണ്ടൻറ്റിൻ്റെ സ്പേസിന് മാത്രമായിട്ട് എടുക്കും. ഓക്കെ, പുറമെ വരുന്ന പാഡിങ് ആണെങ്കിൽ മാർജിനൊക്കെ ആണെങ്കിലും അതിന് എക്സ്ട്രാ വേറെയും സ്പേസ് എടുക്കും. പക്ഷേ ഈ ഒരു ബോർഡർ ബോക്സിൻ്റെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ 200 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കണ്ടൻറ്റിനും 200 പിക്സലായിരിക്കും എടുക്കുക. പിന്നെ പുറത്ത് വരുന്ന ബോർഡർ ആണെങ്കിലും പാഡിങ് ആണെങ്കിലൊക്കെ ഈ ഒരു 200 പിക്സലിൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ടാണ് അത് വരാറുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഇൻസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഞാനിപ്പോൾ ഇതിനെ ഇൻസ്പെക്റ്റ് ചെയ്ത് ഇതിനെ സെലക്ട് ചെയ്ത് നിങ്ങൾക്കിപ്പോൾ ആദ്യം നമ്മൾ ചിലപ്പോൾ സ്റ്റൈൽസിലായിരിക്കും എടുക്കുന്നത്. സോ ഞാനിപ്പോൾ കമ്പ്യൂട്ടറിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം കിട്ടും. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് കാണാൻ പറ്റും, കണ്ടോ, ഇതാണ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. സോ ഒരു ബോക്സ് മോഡലിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്ന സംഭവമാണ് കണ്ടൻറ്റ്. കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന, ഇപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ. കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു ഇമേജൊക്കെ ഇടുന്ന സമയത്ത് അത് വരുന്ന സ്ഥലത്തിനാണ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് പാഡിങ്. ഈ പാഡിങ് എപ്പോഴും ഉള്ളിലായിരിക്കും വരിക, ഉള്ളിൽ സ്പേസ് ഉണ്ടാക്കുന്നതിനാണ് പാഡിങ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ബോർഡർ. ബോർഡർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഇതിൻ്റെ പുറത്ത് വരുന്നതിനാണ് ബോർഡർ എന്ന് പറയുന്നത്. പിന്നെ മാർജിൻ എന്ന് പറയുന്ന സംഭവം ഈ ബോർഡറിൻ്റെ ഒക്കെ പുറത്ത് വരുന്നതാണ്, ബോർഡറിൻ്റെ ഒക്കെ പുറത്ത് സ്പേസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ് മാർജിൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു ബോക്സ് മോഡൽ എന്ന് പറയുന്നത്. ഈ കണ്ടൻറ് ബോക്സ് ആവുന്ന സമയത്ത് വിഡ്ത്തിൻ്റെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ വിഡ്ത്ത് പ്ലസ് മാർജിൻ പ്ലസ് പാഡിങ് പ്ലസ് ബോർഡർ എന്നാണ്. സോ നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്രയാണ്, ഒരു 250 കിട്ടും. പാഡിങ്ങും ഇതും 245, പിന്നെ ബോർഡറും കൂടി കൂട്ടുന്ന സമയത്ത് 250 കിട്ടി. സോ അപ്പോൾ നമുക്ക് ഇവിടെ ഇൻസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് 250 തന്നെയാണ് അതിൻ്റെ വിഡ്ത്തും കാണിക്കുന്നത്. ഇതാണ് കണ്ടൻറ് ബോക്സും ബോർഡർ ബോക്സും തമ്മിലുള്ള ഡിഫറൻസ്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സോ ഈ ഒരു വീഡിയോക്ക് താഴെയും അസൈൻമെൻറ്റ് കൊടുക്കുന്നുണ്ട്, സോ അത് കംപ്ലീറ്റ് ചെയ്യുക. സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.